എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രൂശീകരണത്തിലൂടെയാണ് രക്ഷ എന്ന് ലോകത്ത് ആദ്യമായി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം. കൃത്യമായിക്കൊണ്ട് യേശുവിൻ്റെ മരണമാണ് രക്ഷയ്ക്ക് ആധാരമെന്ന് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു ഉപമയിലൂടെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആ വാക്യം മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമൂഹം, ഏത് വ്യക്തികൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയണം. അത് പറയുമ്പോൾ യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള വ്യക്തികളിൽ നിന്നുകൊണ്ടായിരിക്കണം ആ ഉദ്ധരണി വരേണ്ടത് എന്ന കാര്യം കൂടി ഉണർത്തുകയാണ്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ലോകത്ത് ആദ്യമായി യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് രക്ഷ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മരണമാണ്. പരിശുദ്ധനും നീതിമാനുമായവന് ലഭിക്കുന്നതാണ് സ്വർഗം. ഇതാണ് ദൈവത്തിൻ്റെ നിയമം, നീതിയുടെ നിയമം. ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണെങ്കിൽ നീതി നടപ്പിലാക്കിയേ തീരൂ. അപ്പോൾ പരിശുദ്ധനും നീതിമാനുമായി ഭൂമിയിൽ ജീവിക്കുന്നത് ആരോ അവർ മാത്രമേ സ്വർഗം കൈവശപ്പെടുത്താൻ പാടുള്ളൂ. പാപികളായ സകലരും മരിക്കണം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കണം. ഇതാണ് നീതിയുടെ നിയമം. ഇനി ദൈവം കാരുണ്യവാനാണ്. കാരുണ്യവാനായ ദൈവം സകല മനുഷ്യരും സ്വർഗത്തിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം നീതിയും കരുണയും തുല്യപ്പെടുത്താൻ സാധിക്കുമോ? ഒരേ സമയം ഒരു ജഡ്ജിക്ക് നീതിമാനും കാരുണ്യവാനും ആകാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ദൈവം ഒരേ സമയം നീതിമാനും കാരുണ്യവാനുമാണ്. അതുകൊണ്ട് നീതിയുടെ നിയമത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കാരുണ്യം കാണിക്കേണ്ടത് ദൈവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണ വ്യക്തി മുകളിലോട്ട് കയറുക? കൈകാലിട്ടടിച്ചാൽ എങ്ങനെയും കയറാൻ പറ്റില്ല. നിയമം ഭൂമിയിൽ ജീവിക്കാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ, മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. മുകളിലോട്ട് കയറണമെങ്കിൽ ഇത് രണ്ടും ഒപ്പമാക്കണം. കിണറിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും ഒപ്പമാക്കണം. ഇതൊപ്പമാക്കണമെങ്കിൽ നീതിയുടെ നിയമത്തെ മുകളിലോട്ട് കൊണ്ടുവരണം. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന നിയമത്തെ മാറ്റണം. ഇതെങ്ങനെ മാറ്റും? ഇത് മാറ്റാൻ വേണ്ടി യേശുക്രിസ്തു ചെയ്ത പ്രകാരമാണ്. പരിശുദ്ധനും നീതിമാനുമായ യേശുക്രിസ്തു പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തു. ഇവിടെ നിയമം മാറാം, നീതിയുടെ നിയമം മാറാം. യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൽ നീതീകരണമില്ല. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതിനാണ് സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറയുന്നത്, നീതീകരണം. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം അവിടെ ഇരിക്കുക, ദൈവത്തോട് പറയണേ എനിക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ ദൈവം പറയണം, നീ കടന്നു വരൂ, ഞാൻ കാരുണ്യവാനാണ്, കടന്നു വരൂ എന്ന് പറയാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നീതിയുടെ നിയമം ചോദ്യം ചെയ്യും. വേണമെങ്കിൽ പിശാചെന്ന് വയ്ക്കാം, എങ്ങനെ ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ഇവൻ പാപിയാണല്ലോ. അങ്ങനെ പറയുമ്പോൾ അത് മറ്റൊരു ചോദ്യം വരിക, നീതിമാനും പരിശുദ്ധനുമായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിന് എന്താണ് നീതീകരണം? അങ്ങനെ നീതീകരണം ഒന്നുമില്ലാത്തതിനാൽ ഇവന് മേൽ കരുണ ചെയ്യുന്നു, ഇവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കരുണ. ഇതാണ് നീതിയുടെ നിയമവും കരുണയും തമ്മിൽ ഒരേ സമയം ദൈവം നീതിമാനും കാരുണ്യവാനുമാകുന്നത്. ഇതിനു വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. ഇതാദ്യം മനസ്സിലാക്കണം. ദൈവം ചോദിച്ചു, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചാൽ എങ്ങനെ രക്ഷ കിട്ടും എന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ? വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അബ്രാഹത്തിലൂടെയാണ് ക്രിസ്തു ദൈവം കാണിച്ചു തരുന്നത്. അബ്രാഹം ഒരു ബലിയർപ്പിക്കാൻ പോവുക. ആ ബലിയർപ്പണം എങ്ങനെയാ? തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോവുക. കാരണം എന്താ? വളരെ വ്യക്തമായി ഇതൊരു പ്രവചനമാണ്. യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യഥാർത്ഥമായൊരു പ്രവചനം. ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യനെ, ആ മനുഷ്യൻ മരിക്കുന്നതിന് പകരം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് മരിക്കുന്നു. ആ കുഞ്ഞാടാണ് ക്രിസ്തു. ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. അബ്രാഹാം തൻ്റെ മകനെ കൊണ്ടുപോയി മോറിയ മലയിൽ, ജെറുസലേമിൽ, ഇന്നത്തെ ജെറുസലേമിൽ, യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു. മോറിയ മല എന്നാണ് ഞങ്ങൾ പറയുക, നിങ്ങൾ പലപ്പോഴും മാറ്റി പറയാറുണ്ട്. മോറിയ മലയിലേക്ക് അബ്രാഹാം തൻ്റെ പുത്രനെ കൊണ്ടുപോകുന്നു. അവൻ വിറക് കെട്ട് ചുമന്നു കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ കുരിശാണ്, അതിൻ്റെ പ്രതീകമാണ്. അവിടെ കൊണ്ടുപോയി വിറകുകളടക്കി തൻ്റെ മകനെ അബ്രാഹാം കൊല്ലുകയാണ്. ആ കൊല്ലുന്നതിന് പകരം ഇതാ കുഞ്ഞാടിനെ കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണത്തിൻ്റെ പൂർത്തീകരണത്തെ അവിടെ കാണിക്കുക. അന്നാണ് നരബലി മൃഗബലിയായി മാറിയത്. അതുവരെ സ്വന്തം മക്കളെ ബാൽദേവന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന മനുഷ്യരുണ്ടായിരുന്നത്. അതിനെ ഇതാ നരബലിയെ മാറ്റി മൃഗബലിയിലേക്ക് മാറ്റുന്നൊരു രംഗം അവിടെ ചിത്രീകരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു മുന്നാസ്വാദനം, ഒരു പ്രവചനമായി കാണുകയാണ്. അപ്പോൾ
ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ കാണും. ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ഈ പ്രവചന ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കും. ഇന്ന പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയിട്ടുണ്ട്. സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രതിവാദമുണ്ട്. അവരെൻ്റെ കൈക്കാലിൽ കുത്തിത്തുളച്ചു, അവർ കുത്തി മുറിവേൽപ്പിച്ചതിനെ നോക്കി, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. ദാവീദിൻ്റെ പുസ്തകം, യേശു ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ മരിക്കുമ്പോൾ പാടിയ പാട്ടിതാ, എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. എന്താ കാരണം എന്നറിയാമോ? അതിലാണ് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പ്രവചന ഗീതം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ ബൈബിളിലെ പ്രവചന ഗ്രന്ഥങ്ങൾ എടുത്തു പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ദൈവം ആദിന് ഹവ്വയ്ക്കും രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കും, സാത്താൻ അവൻ്റെ സന്തതിയുടെ കുതിക്കാൽ തകർക്കും എന്ന് പറയുന്നൊരു സംഭവമാണ്. അവിടെയാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് കുതിക്കാൽ തകർക്കുന്ന, അതായത് യേശുവിൻ്റെ കുരിശുമരണത്തിനുള്ള ധ്വനിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത്, തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് പൂർണ്ണമായും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രവചനമാണ്. അബ്രാഹാം എങ്ങനെ പ്രവാചകനായത്? എന്തെങ്കിലും പ്രവചിക്കണ്ടേ? പ്രവചിച്ചാലേ പ്രവാചനാവുള്ളൂ. അബ്രാഹാം തൻ്റെ ജീവിതത്തിൽ ഒരു പ്രവചനം നടത്തിയിട്ടില്ല. ഇന്ന കാര്യം ഭാവിയിൽ ഇന്നതുണ്ടാവും എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തെ വളരെ വ്യക്തമായി അബ്രാഹത്തിലൂടെ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നതിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ തനി പകർപ്പ്. അവിടെ കുഞ്ഞാടിനെ കാണാൻ സാധിക്കും, അവിടെ കുരിശ് കാണാൻ സാധിക്കും, അവിടെ ബലിയർപ്പണം കാണാൻ സാധിക്കും. ആ ബലിയർപ്പണത്തിലൂടെ പുത്രനെ രക്ഷിക്കുന്ന, പകരം മരിക്കുന്ന കുഞ്ഞാടിനെയും കാണാൻ സാധിക്കും. വളരെ വ്യക്തമായ പ്രവചനമാണ് അവിടെ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്നാൽ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർക്ക്, തൻ്റെ ശിഷ്യന്മാർക്കും ആദ്യമായി യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് സ്നാപയോഹനാനാണ്. സ്നാപയോഹനാൻ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് പാപം നീക്കുന്ന കുഞ്ഞാട് എങ്ങനെയാണ് ബലിയർപ്പിക്കപ്പെടേണ്ടതെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള, യേശുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ പ്രതിപാദനം അവിടെ കാണാൻ സാധിക്കും. ഇനി ആരാണ് യേശുവിൻ്റെ കുരിശുമരണത്തെ പറ്റി പറഞ്ഞത്? യേശു ക്രിസ്തു തന്നെ. 3 തവണ യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള, പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം 3 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം പീഡാനുഭവ പ്രവചനം, 2-ാം പീഡാനുഭവ പ്രവചനം, 3-ാം പീഡാനുഭവ പ്രവചനം. ഈ പ്രവചനങ്ങളിലെ ശിഷ്യന്മാർ അത് അങ്ങനെ ഉണ്ടാവരുത്, എനിക്ക് കുരിശിൽ മരിക്കും, ഉയർത്തി നിൽക്കുന്ന കാര്യം പറയുമ്പോൾ നോ, അങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ ഇത് രക്ഷയ്ക്ക് കാരണമായതുകൊണ്ട് നേരെ തടയരുത് എന്ന് പറയുന്നത്. ഇനി യേശു കുരിശിൽ മരിച്ചതിന് ശേഷം ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചത്, അതും തൻ്റെ കുരിശുമരണത്തിലൂടെ എങ്ങനെയാണ് തിരുവെഴുത്തുകൾ പൂർത്തിയാക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിൻ്റെ പ്രബോധനം പിന്നെ ശിഷ്യന്മാർക്കിടയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി പത്രോസ്ലീഹായുടെ ആദ്യത്തെ പ്രസംഗം, ജെറുസലേമിലുള്ള പ്രസംഗം, നിങ്ങൾ ജീവന്റെ നാഥനെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ജീവന്റെ നാഥനാണ് അവൻ, കുരിശിൽ തറച്ചു കൊന്നു എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെ പറ്റി നിൻ്റെ വളരെ വ്യക്തമായി പറഞ്ഞാൽ, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുകയില്ല, അങ്ങൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുരിശുമരണത്തിൻ്റെ ഉയർപ്പിൻ്റെ കാര്യം പറയാം. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യോനായുടെ പ്രവചനം പോലെ താൻ ഭൂമിക്കടിയിൽ 3 ദിവസമായിരിക്കും എന്നുള്ള കാര്യം യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ ഇത്രയും വളരെ വ്യക്തമായി ഞാൻ ഈ പൗലോസിനൊന്നും കൂട്ടിയില്ല. എന്താ കാരണം, ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ ഈ ഡയലോഗ്സിലൊന്നും ഞാൻ പൗലോസിനെ കൂട്ടി ചെയ്തേ പറഞ്ഞത്. പൗലോസിന് ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. യേശുവിൻ്റെ കാര്യം പറഞ്ഞത്, പൗലോസിൻ്റെ കാര്യം ഞാൻ പറയാനും പോയില്ല. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, പൗലോസാണ് കൊണ്ടുവന്ന് പൗലോസിനെ പലവട്ടം പറഞ്ഞു. പക്ഷെ ഞാൻ അതിലേക്ക് വിടാൻ പോയില്ല. കാരണം യേശു തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പൗലോസിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ തന്നെയാണ് ഞാൻ ഈ വിഷയത്തിലൂടെ ചരിച്ചു പോയത് എന്നുള്ള കാര്യം. ബലിയർപ്പണം എന്താണെന്നും കുഞ്ഞാട് എന്താണെന്നും അതിലൂടെ സ്നാപയോഹനാൻ എന്താ പറഞ്ഞതെന്നും അബ്രാഹാം എന്ത് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു. പത്രോസിൻ്റെ പ്രസംഗത്തെ ഞാൻ കൂട്ടിയത് 2-ാമത്തെ അധ്യായത്തിലുള്ള പ്രസംഗം എങ്ങനെയായിരുന്നു, ഈവൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ എന്ന പത്രോസ്ലീഹായുടെ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിലെ 11-ാം വാക്യം കൂടി കൂട്ടിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.